അടുത്തെന്ന് പറഞ്ഞാൽ LED ബ്ലിങ്ക് ചെയ്യാനുള്ള, അതായത് ടൈം ഡിലേ ജനറേഷൻ കോഡാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു 8255 എന്ന് പറഞ്ഞിട്ടൊരു ചിപ്പുണ്ട് 8051 കിറ്റിൻ്റെ അകത്ത്. അതിനെപ്പറ്റി ഞാൻ പറയുന്നത് നല്ലത് നീ നോക്കുന്നതായിരിക്കും. കാരണം എനിക്ക് കുറച്ചറിയാം, പക്ഷെ അത് കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് വെറുതെ പറയുന്നത് വെറുതെയാണ്. സോ ഞാനത് പറയുന്നില്ല അതിനെപ്പറ്റി. ഈ 0FF03 എന്ന് പറയുന്നത് ഒരു കമാൻഡാണ്. അതായത് നമ്മൾ ഈ സാധനത്തിനെ പറ്റി 8255 ഒരു കോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് എന്താ പറയുക, അതിനെ കമാൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ ഇൻപുട്ട്സ് ഏതൊക്കെ ഔട്ട്പുട്ട്സ് ഏതൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ 0FF03 എന്ന് പറഞ്ഞ സാധനം കോൾ ചെയ്ത് അത് ആ ഒരു കമാൻഡ് റൺ ചെയ്യണം. അപ്പം മൂവ് DPTR, #0FF03 എന്ന് പറഞ്ഞാൽ 0FF03 എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് മൂവ് DPTR അസൈൻ ചെയ്തു, ഡാറ്റ പോയിന്റർ അസൈൻ ചെയ്തു. എന്നിട്ട് A,80 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള എല്ലാ പോർട്ടും ഔട്ട്പുട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് 80H എന്ന് പറഞ്ഞ വാല്യൂ ഇങ്ങനെ എടുത്തു, അത് എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. 80 എന്ന് പറഞ്ഞാൽ എന്താ, 1000, അതായത് എല്ലാ പോർട്ടും എന്താ പറയുക ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ വെച്ചു. എന്നിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എനെ ഉണ്ടല്ലോ, 80 എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എനെ DPTRലേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ ഈ 0FF03ലേക്ക് ഇട്ടു, 0FF03ലേക്ക് ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്. ഇവിടെ തൊട്ടാണ് ശരിക്കും നമ്മളെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പറയാം. ഇതുവരെ കമാൻഡ് ചെയ്യിപ്പിച്ചാണ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്താണ്, നമുക്ക് എവിടെയാണ് LED കണക്ട് ചെയ്തതെന്ന് കാണിക്കണം. അതായത് 0FF00 എന്ന് പറഞ്ഞാൽ പോർട്ട് A, അതായത് 8255ന്റെ പോർട്ട് എയിലാണ് നമ്മൾ LED കുത്തിയെന്ന് പറഞ്ഞാണ് ഇത്. പോർട്ട് B ആണെങ്കിൽ ഇതിൽ മാറി 0FF01 അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഞാൻ ഇപ്പം തപ്പിയപ്പോൾ അങ്ങനെ എന്തോ കണ്ടേ. ജസ്റ്റ് വേണമെങ്കിൽ തപ്പി നോക്കിയാൽ അത് കിട്ടും, സിമ്പിളാണ്, ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും കൂടെ പഠിക്കുന്നത് നല്ലത് നോക്കുന്നതായിരിക്കും. സോ ദാറ്റ് നോക്കിക്കോ. അപ്പം ഇത് പോർട്ട് A ആണെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എയിൻ്റെ വാല്യൂ 0FF എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ LED നമുക്ക് ഓൺ ആക്കണം. ഫസ്റ്റ് നമുക്ക് എല്ലാ LED, അതായത് ആ പോർട്ട് എത്തെ എല്ലാ സാധനവും ഓൺ ആക്കണം. അതിന് വേണ്ടിയിട്ട് FF കൊടുത്തു എന്ന് പറഞ്ഞാൽ LED ഓൺ ആക്കുക. LED ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് FF എന്ന് പറഞ്ഞ വാല്യൂ എടുത്തത്. അതിനെ നമ്മൾ എയിലേക്ക് എടുത്തു. മൂവ് A,0FFH എന്ന് പറഞ്ഞാൽ അടുത്ത വാല്യൂവിനെ എയിലേക്ക് കൊടുത്തു. FF എന്ന് പറഞ്ഞ വാല്യൂ എയിലേക്ക് കൊടുത്തു. എത്തെ FF എന്ന് പറഞ്ഞ വാല്യൂവിനെ DPTRലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോർട്ട് എയിലേക്ക് കൊടുത്തു. സിമ്പിൾ. പിന്നെ equal ഡിലേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നിന്ന് ഒരു LED ഓൺ ആക്കാനുള്ള സാധനം കൊടുത്തു. എന്നിട്ടൊരു ഡിലേ കഴിഞ്ഞിട്ട് വേണം നമുക്ക് LED ഓഫ് ആക്കാൻ. അപ്പോഴല്ലേ ബ്ലിങ്ക് ചെയ്യുന്ന പോലെ കാണും. അല്ലെങ്കിൽ ഓൺ ആവുക ഓഫ് ആവുന്നത് നമുക്ക് കണ്ണോട് കാണാൻ പറ്റാത്തത്രയും ഫ്രീക്വൻസിയിലേക്കും. ബിക്കോസ് 8051 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ അത്യാവശ്യം നല്ല ഫാസ്റ്റസ്റ്റ് സാധനമാണ്. ഐ മീൻ നോട്ട് ഫാസ്റ്റസ്റ്റ്, നമുക്ക് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയ്ക്കും ഫാസ്റ്ററാണ് അത്ര ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഒരു ഡിലേ കഴിഞ്ഞു. അതായത് ഡിലേൻ്റെ സാധനം സബ് റൂട്ടീനായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. മെയിൻ പ്രോഗ്രാം എൻഡ് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അത് താഴെ തന്നെ കൊടുക്കാവും. മെയിൻ പ്രോഗ്രാം എൻഡ് ചെയ്തതിനു ശേഷം സബ് റൂട്ടീൻസ് കൊടുക്കാവും. ദാറ്റ്സ് എ റൂൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിലേ കഴിഞ്ഞു, 0 ആക്കി എന്ന് പറഞ്ഞാൽ LED ഓൺ ആയിരുന്നു, അതിനെ ഓഫാക്കി. ഓഫാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് 00. ആ 00 എന്ന് പറഞ്ഞ വാല്യൂ അതിലേക്ക് ഇട്ടു. ഏത്തെ വാല്യൂ 00 എന്നുള്ള വാല്യൂ @DPTR എന്ന് പറഞ്ഞാൽ ഇതാണ് 0FF00 എന്ന് പറഞ്ഞാൽ പോർട്ട് A മൊത്തത്തിൽ 00 ആക്കി. പിന്നെ ഒരു ഡിലേ കോൾ ചെയ്തു. പിന്നെ SJump സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാ? SJump സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പ് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ SJump സ്റ്റാർട്ടോടെ നമ്മൾ മെയിൻ പ്രോഗ്രാം എൻഡ് ചെയ്തു. പിന്നെ നമ്മൾ സബ് റൂട്ടീൻ സ്പെസിഫൈ ചെയ്യുന്നതാണ് സംഭവം. കണ്ട, ദിസ് ഈസ് വാട്ട് ദ മെയിൻ പ്രോഗ്രാം മീൻസ് ആൻഡ് അവർ ഡിലേ സബ് റൂട്ടീൻ ബിഗിൻസ് ബിലോ. താഴെ തൊട്ടാണ് നമ്മൾ സബ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിലേ ഇതാണ് നമ്മൾ സബ് റൂട്ടീൻ്റെ ഹെഡിങ് പേര്. മൂവ് R2, 04H. 05H ആണ് നമ്മൾ മാനുവലി കൊടുത്തതെന്നാണ് തോന്നുന്നത് കേട്ടോ. ആൻഡ് ഇതിത്തെ വൈ ദീസ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ അറിഞ്ഞൂടാ, അത് തപ്പിക്കോ. പക്ഷേ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 04H കൊടുത്തു. അതായത് നമുക്കൊരു ഈ 0.5 seconds ഡിലേ ഉള്ള ഒരു എന്താ പറയുക എംപ്റ്റി ലൂപ്പ് കൺസെപ്റ്റിൽ സാധനം ഉണ്ടാക്കണം. അതായത് 0.5 seconds ഈ
ഡിലേ എന്ന് പറഞ്ഞാൽ സബ് റൂട്ടീൻ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് 0.5 സെക്കൻഡ്സ് കഴിഞ്ഞ് കാണും. എന്നിട്ട് ആ സബ് റൂട്ടീൻ കഴിഞ്ഞിട്ട് വിളിച്ചു കൊടുത്തേക്ക് തന്നെ തിരിച്ച് കോൾ ചെയ്ത് കൊടുത്തേക്ക് തന്നെ തിരിച്ചു പോകുമ്പോഴേക്ക് 0.5 സെക്കൻഡ്സ് കഴിഞ്ഞ് കാണും. അതാണ് റൂൾ. L3 എന്ന് പറഞ്ഞാൽ ലൂപ്പ് 3 ലേബൽ 3 FFH. എന്നിട്ട് കണ്ട, അതായത് ഇവിടെ FFH എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തു R1ലേക്ക്, FFH എന്ന് പറഞ്ഞ വാല്യൂ R0ലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഡിക്രിമെന്റ് ആൻഡ് ജംപ് ഇഫ് R0, അതായത് ഡിക്രിമെന്റ് ആൻഡ് ജംപ് ഇഫ് നോട്ട് 0 എന്ന് പറഞ്ഞാൽ R0ന്റെ വാല്യൂ ഒന്ന് കുറച്ചിട്ട് L1ലേക്ക് തന്നെ പോയി എന്ന് പറഞ്ഞാൽ FF എന്നുള്ള സാധനം കുറച്ചിട്ട് FFE ആക്കി. എന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു, FFE എന്നുള്ളത് FFD ആക്കി, FFC ആക്കി, അങ്ങനെ കുറച്ച് 0 ആക്കി. 0 ആക്കിയതിനു ശേഷം അപ്പം ഇത് കഴിഞ്ഞല്ലോ, L1 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ താഴേക്കെത്തി എന്ന് പറഞ്ഞാൽ R1, L2 എന്ന് പറഞ്ഞാൽ ഡിക്രിമെന്റ് ആൻഡ് ജംപ് ഇഫ് നോട്ട് 0. R1നെ കുറച്ചു എന്ന് പറഞ്ഞാൽ R1നെ കുറച്ചിട്ട് എത്രയാക്കി, FF എന്നുള്ളത് FE ആക്കി. എന്നിട്ട് L2ലേക്ക് പോയി. L2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി. L2 ഇത് കഴിഞ്ഞു, അതായത് പിന്നെ FF ആക്കി, താഴേക്ക് വന്നു, ഇതാക്കി, അതായത് ഈ വാല്യൂനെ കേട്ടോ FF എന്നുള്ളതിന്റെ വാല്യൂ ആക്കി FE ആക്കി. എന്നിട്ട് ഇതിനെ കുറച്ചു, അത് പിന്നെ ഇതൊരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യും, പിന്നെ ഇതൊരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യും, അതായത് ഇതിന്റെ മുകളിലും കൂടെ വെച്ചിട്ട് ഒരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യും. അപ്പോഴേക്ക് ടോട്ടൽ 0.5 സെക്കൻഡ്സ് കഴിഞ്ഞ് കാണും എന്നാണ് നിയമം. അറിഞ്ഞൂടാ, അത് ഒന്ന് വിശദമായി നോക്കണം. പക്ഷെ ഇതാണ് കൺസെപ്റ്റ്. കോർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ.